അങ്ങനെയല്ലേ മനുഷ്യർ പെരുമാറേണ്ടത്? ഒരാപത്തിനു മുന്നിൽ അങ്ങനെ വേണം. که شنیدی صدای متجاوز به خاک وطن صدای متجاوز به صدای حق و حقیقت است. آنچه که ملاحظه کردید، صدایی که شنیدید، فضای غبارآلوده استدیو നമ്മൾ മനുഷ്യരെ സൃഷ്ടിച്ചത് ദൈവമാണെന്നാണ് മതസ്ഥർ വിശ്വസിക്കുന്നത്. അവരുടെ വിശ്വാസം എന്തുതന്നെ ആയാലും മതങ്ങളുടെ മാതാവ് ഭാരതാംബയാണെന്ന കാര്യത്തിൽ പോങ്ങന് നല്ല ഉറപ്പുണ്ട്. സ്വാഭാവികമായും ഏതു മതത്തിന്റെ ദൈവമായാലും ആ ദൈവത്തിന്റെ സൃഷ്ടിക്ക് പിന്നിലും ഭാരതാംബയെ കാണാം. ദൈവങ്ങളും മതങ്ങളും ഭാരതത്തിൽ നിന്നാണ് പിറന്നതെന്ന് പറഞ്ഞാൽ ഈ മുത്തുപോങ്ങൻ ചുമ്മാ വെറുതെ ഇരുന്ന് അങ്ങനെ അങ്ങ് പോകത്തരം പറയുകയാണെന്ന് പ്രബുദ്ധർ കരുതി കളയും. നിങ്ങൾ എന്തു തന്നെ കരുതിയാലും ദൈവം എന്ന ആശയത്തെ ആവിഷ്കരിച്ചത് ഭാരതീയരാണെന്ന കാര്യത്തിൽ എനിക്ക് സ്വല്പം പോലും സംശയമില്ല കേട്ടോ. കാരണം ഒരു സ്ത്രീക്ക് പല പെൺകുട്ടികളുടെയും അമ്മയാവാം. എന്നാൽ ആ പെൺമക്കൾക്കൊരിക്കലും അവരെ പെറ്റ അമ്മയുടെ അമ്മയാവാൻ പറ്റില്ല. അതായത് അമ്മയ്ക്ക് മകളെ അല്ലാതെ എത്ര മുക്കിയാലും ആ മകൾക്ക് തൻ്റെ പെറ്റമ്മയെ പറയാൻ പറ്റില്ല എന്നാണ് പോങ്ങൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. മതം എന്ന ആശയവും ദൈവം എന്ന സങ്കല്പവും മാനവരാശിക്ക് സംഭാവന ചെയ്തത് നമ്മുടെ മഹാഭാരതമാണ്. സത്യത്തിൽ ചിന്തകളുടെയും അറിവിന്റെയും അനന്തരഫലം മാത്രമല്ല, മൃഗതുല്യമായിട്ടുള്ള മനോഭാവത്തിൽ നിന്ന് മനുഷ്യരെ സാമൂഹ്യ ജീവിതത്തിലേക്ക് നയിക്കാനുള്ള ഒരു സാംസ്കാരിക പാഠം എന്ന നിലയിലാവാം ഭാരതീയർ ഈശ്വര സങ്കല്പത്തെ മെനഞ്ഞെടുത്തത്. സത്യത്തിൽ ഭാരതീയരെ സംബന്ധിച്ച് ഈശ്വരൻ എന്നത് ഒരു ചക്രമാണ്. ഇതെന്റെ വിചാരമാണ്. അതായത് മൃഗീയമായിട്ടുള്ള സഹജവാസനകളിൽ നിന്ന് സംസ്കൃതീകരിക്കപ്പെട്ട ഒരു സാമൂഹ്യ ജീവിതത്തിലേക്ക് മനുഷ്യരെ എത്തിക്കാനായി നിർമ്മിച്ചിട്ടുള്ള ഒരു സാങ്കല്പിക ചക്രം. അതാണ് ഈശ്വരൻ. ഭാരതീയരെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറയുന്നത്. ഈശ്വരനാകുന്ന ചക്രത്തിൽ ചലിക്കുന്ന ഒരു വാഹനമാണ് നമ്മളെ സംബന്ധിച്ച് ഭാരതീയ സംസ്കാരം. മൃഗീയ വന്യതയിൽ നിന്ന് മാനവിക സംസ്കൃതിയിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ ഈശ്വര ചക്രത്തിൽ ഓടുന്ന ഒരു സാംസ്കാരിക വാഹനത്തെ ഭാരതം ആവിഷ്കരിച്ചു എന്ന് പറഞ്ഞാൽ സംഗതി ആർക്കും കിട്ടും. ആ സാംസ്കാരിക വാഹനത്തിന്റെ പേരാണ് ഹിന്ദു എന്നത്. ആ സാംസ്കാരിക വാഹനത്തെ ചലിപ്പിക്കുന്ന ചക്രങ്ങളാണ് ഈശ്വരൻ. ഭാരതീയരുടെ ആ ജീവിത സംസ്കാരത്തെ മതമെന്ന മട്ടിൽ മാത്രം മനസ്സിലാക്കാനുള്ള സൈദ്ധാന്തിക ത്രാണിയെ പലർക്കുമുള്ളൂ എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള ഒരു സാമൂഹ്യ സാഹചര്യം. അതുകൊണ്ട് തന്നെ അവർ ആ ജീവിത സംസ്കാരത്തെ ഹിന്ദു മതം എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. അല്ലാതെ ഹിന്ദു എന്നത് ഒരു മതമാണ് എന്ന് പറയുന്ന ഒരു ധാരണ എനിക്കില്ല. അതിനൊരു മത സ്വഭാവമൊന്നുമില്ല. മതമെന്ന വാക്കിന് തന്നെ അഭിപ്രായം എന്ന് കൂടി ഒരു അർത്ഥമുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ഹിന്ദുക്കളുണ്ടോ അത്രത്തോളം അഭിപ്രായങ്ങളും ഉണ്ട് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഓരോ ഭാരതീയരും അവരവരുടേതായിട്ടുള്ള ഓരോ അഭിപ്രായങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാരതീയർക്ക് എന്താ പറയുക സംഘടിത ബുദ്ധിയില്ല എന്ന് പറയുന്നത്. അവർക്കൊരിക്കലും ഉണ്ടാവില്ല. കാരണം മതമില്ലാത്ത മനുഷ്യരാണ്. ഈ ഭൂമിയിൽ മതമില്ലാത്ത മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കൾ തന്നെയാണ്. അതല്ലാതെ മറ്റേ തരത്തിൽപ്പെട്ട ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഈ ജാതി മതങ്ങൾക്ക് അതീതമായി ചിന്തിക്കുന്ന പുരോഗമന ബുദ്ധരെന്ന് നടിക്കുന്ന അവരെയൊന്നും മനുഷ്യരായിട്ടൊന്നും പെടുത്താൻ പറ്റില്ല. അത് വേറൊരു മതം തന്നെയാണ്, നാസ്തിക മതം. അതൊരു മറ്റൊരു മതമാണ്. ഹൈന്ദവത എന്ന് പറയുന്ന ഒരു ജീവിത സംസ്കാരമാണ്, ഒരു ജീവിത ശൈലിയാണ്. അതിൽ പലതരത്തിലുള്ള ശാസ്ത്രീയ ഇടപെടലുകളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ആയുസ്സെത്തി മരിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള എല്ലാ നിലയിലും, അത് സംസ്കാരത്തിന്റെ കാര്യത്തിലാവട്ടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലാവട്ടെ, അങ്ങനെ ഒരു മനുഷ്യന് അവന്റെ ജീവിതം സുഖകരമായും സുന്ദരമായും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടുന്നതായിട്ടുള്ള എല്ലാ അറിവുകളും ഉൾക്കൊള്ളുന്നതാണ് തീർച്ചയായിട്ടും ഈ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്, ജീവിത ശൈലി എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ അതിഭീകരമായിട്ടുള്ള ആക്ഷേപം കേൾക്കുന്ന ഒന്നാണെങ്കിൽ കൂടി വൈദേശികരായിട്ടുള്ള തലയ്ക്ക് നല്ല ബലമുള്ള ആളുകളൊക്കെ തന്നെ യോഗ അവർ സ്വന്തമാക്കി യോഗ ആചരിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കുന്ന ധാരാളം ആളുകൾ ലോകമെമ്പാടുമുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ തീർച്ചയായിട്ടും അത് വളരെ പരിഹാസ ബുദ്ധിയോടുകൂടി കാണുന്ന ഒന്നാണ്. വികസിത രാജ്യങ്ങളിൽ പരിഷ്കൃത ബുദ്ധരായിട്ടുള്ള ആളുകൾ യോഗ ആചരിച്ചുകൊണ്ട്, ഇന്ന് നമ്മൾ വ്ളോഗുകളൊക്കെ കാണുന്നതല്ലേ, എത്രയോ സുപ്രസിദ്ധരായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതം യോഗയിലൂടെയാണ് തുടങ്ങുന്നത്. ഭാരതത്തിന്റെ സംഭാവനയല്ലേ. ഭാരതീയർക്ക് പക്ഷെ പുച്ഛമാണ്. ഈ സുടുബാധ ഏറ്റതുകൊണ്ടാണ്, വലിയ നാണക്കേടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയണം എന്നാണ് എനിക്ക് തോന്നുന്നത്.
എന്തായാലും 5000 കൊല്ലങ്ങൾക്ക് മുന്നേ മുതൽ തന്നെ ഈശ്വര ചക്രത്തിൽ ഓടുന്ന ഈ സാംസ്കാരിക വാഹനം തീർച്ചയായിട്ടും ഇവിടെയുണ്ട്. ചക്രം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണല്ലോ 1886 അതോ 84 1886 84 നമ്മുടെ കാൾ ബെൻസിന് വാഹന നിർമ്മാണം ആരംഭിക്കാൻ സാധിച്ചതല്ലേ. ആ 3 ചക്രമുള്ള ആദ്യത്തെ കാറ് സംഭവിച്ചത് 1886 84 ആണല്ലോ. പുള്ളി വാഹനം ഉണ്ടാക്കിയിട്ട് അതിനുശേഷം വാഹനത്തിന് വേണ്ടി ചക്രം ഉണ്ടാക്കിയ ആളല്ല. ചക്രം ഉണ്ടായിരുന്നു ഇവിടെ. ചക്രം ഉള്ളത് കൊണ്ടാണ് ബെൻസിന് ആ മുച്ചക്ര കാർ ഉണ്ടാക്കാൻ സാധിച്ചത്. ആദ്യത്തെ കാർ അല്ലേ, ചക്രമായിരുന്നു ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അതുപോലെ തന്നെ ഈശ്വരൻ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ സങ്കല്പമായിരുന്നു, ഭാരതീയരുടെ നിർമ്മാണമായിരുന്നു. ഈശ്വരൻ എന്ന് പറയുന്നത് മാനവരാശിക്ക് ആ ഈശ്വര സങ്കല്പം എത്രത്തോളം ഗുണമുണ്ടായോ ദോഷമുണ്ടായോ എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഹൈന്ദവരെ കൊണ്ട് ഭൂമിക്ക് നാശമൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ ഇന്ന് ഈ ഭൂമിയിലെ സകല മതങ്ങൾക്കും സ്വന്തമായി ഒരു ദൈവത്തെ നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഭാരതത്തിന്റെ ഈശ്വരൻ എന്ന് പറയുന്ന ആ സങ്കല്പ ചക്രം മാത്രമാണെന്നാണ് പോകൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതിനാണ് ബെൻസിനെയൊക്കെ ഇപ്പൊ കൂട്ടുപിടിച്ചത് പോകൻ. അതായത് മൃഗീയതയിൽ നിന്നും സാമൂഹ്യ ജീവിതത്തിനിണങ്ങുന്ന മാനവികതയിലേക്ക് മനുഷ്യരെ എത്തിക്കാനായിരുന്നു ഈശ്വര ചക്രത്തിലോടുന്ന ഈ ഹിന്ദുവെന്ന സാംസ്കാരിക വാഹനം 10,000 കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെ ഭാരതീയർ വികസിപ്പിച്ചെടുത്തത്. നേരത്തെ പറഞ്ഞതുപോലെ യോഗയൊക്കെ അതിൻ്റെ ഭാഗമാണ്. എത്ര മനോഹരമായി ജനിച്ച മനുഷ്യർക്ക് മരണം വരെ ആയുസ്സെത്തി മരിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള ജീവിത പാഠമാണ് ഹിന്ദുക്കൾ വിഭാവനം ചെയ്തത്. ഹൈന്ദവത മുന്നോട്ട് വയ്ക്കുന്ന ആ സംസ്കൃതീകരിക്കപ്പെട്ട സാമൂഹ്യ ജീവിത പാഠത്തെ പലരും അവരവരുടെ ഭൂമികകളിലേക്ക് അവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനകരമാവുന്ന നിലയിൽ പുനരവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കാലക്രമേണ അതിലെ കച്ചവട ബുദ്ധി തിരിച്ചറിഞ്ഞ് പലരും ഇന്നത്തെ മതരൂപത്തിൽ അതിനെ അവതരിപ്പിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന വാഹനമായിട്ടാണ് മതങ്ങളെ അവർ അനുയായികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് കേട്ടോ. ഹിന്ദുക്കൾക്ക് സ്വർഗമില്ല, മോക്ഷമാണ് ഹൈന്ദവരുടെ ഉന്നം. അത് കർമ്മത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കാര്യവുമാണ്. സഹജീവിയെ ഉപദ്രവിക്കുന്ന ഒരുവൻ എത്ര നല്ല പ്രാർത്ഥനക്കാരനാണെങ്കിലും മോക്ഷം ലഭിക്കില്ല എന്നാണ് വൈപ്പ്. പരോപകാരിക്ക് പ്രാർത്ഥനയുടെ ആവശ്യവുമില്ല മോക്ഷം കിട്ടാൻ. പ്രശംസയിലോ പുകഴ്ത്തലിലോ ഒന്നും വീഴുന്ന ഒരു അല്പബുദ്ധി ഹൈന്ദവ ദൈവങ്ങൾക്കില്ല. അവർ പ്രകോപനത്തിലും വീഴില്ല. എന്നെ നിന്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ ദൈവം മൂച്ചെടുക്കില്ല. മാത്രവുമല്ല ഹിന്ദുക്കളുടെ ഈശ്വരന്മാരൊന്നും സ്വർഗവാസികളുമല്ല കേട്ടോ. എല്ലാ ദൈവങ്ങളും ഭാരതീയരുടെ ഉള്ളിലാണ് പാർക്കുന്നത്. പാമ്പിനെ മുതൽ പടക്കോപ്പിനെ വരെ ഈശ്വരനായി ആരാധിക്കാനും ഹിന്ദുവിന് അവകാശമുണ്ട്. ദൈവവിരോധവും അനുവദനീയമാണ്. സ്വയം ദൈവമാക്കുന്നതിലും തെറ്റില്ല. അങ്ങനെ ഒരു ഭൂമികയിൽ ജനിച്ചതുകൊണ്ട് തന്നെ മനുഷ്യവംശത്തെ സൃഷ്ടിച്ചത് ആരാണെന്ന് പോങ്ങൻ ചിന്തിക്കാറിയില്ല. ആരുടെ ദൈവമാണ് സൃഷ്ടിച്ചതെന്നുള്ള ഒരു പകപ്പും പോകാനില്ല. കാരണം ഒരു മനുഷ്യന് അവൻ്റെ പിറവിക്ക് പിന്നിലുള്ളവരെ പറ്റി പോലും സ്വന്തം നിലയിലുള്ള ഒരു തിരിച്ചറിവില്ല അല്ലേ. അതായത് സനാഥരായവർക്ക് ഓർമ്മ ഉറയ്ക്കുമ്പോൾ അക്കാര്യത്തിൽ ഏതാണ്ടൊരു വ്യക്തത ലഭിക്കും. ഇതാണ് മാതാവ്, അല്ലെങ്കിൽ ഇതാണ് പിതാവ്, ഇവരൊക്കെയാണ് നമ്മുടെ ബന്ധുക്കൾ. അങ്ങനെയൊക്കെ ശത്രുക്കളെയൊക്കെ തിരിച്ചറിയുന്നത് പിന്നെയും എത്രയോ കാലം കഴിയണം. അതെന്തായാലും അനാഥർക്ക് പക്ഷേ ഓർമ്മയും ബുദ്ധിയും ഒക്കെ എത്രത്തോളം അങ്ങോട്ട് ഉറച്ചാലും അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തിട്ടം കിട്ടണമെന്നില്ല. പറയുമ്പോൾ കുറച്ച് കടന്നു പോകുമായിരിക്കും. എങ്കിൽ പോലും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സനാഥരും അനാഥരെ പോലെ ഉള്ള ഒരു മനോഗതിയിൽ ജീവിക്കണമെന്ന് പറയുന്ന ഒരു പക്ഷമാണ് പോങ്ങനുള്ളത്. കാരണം സനാഥരായി കഴിയുമ്പോഴാണ് സ്വാർത്ഥത അതിൻ്റെ കൂടെ വരുന്നത്. എൻ്റെ എന്ന് പറഞ്ഞ് എനിക്ക് വേണം, എൻ്റെ ആളുകൾക്ക് വേണം എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് മനുഷ്യർ പോകും. അനാഥരെ സംബന്ധിച്ച് സമൂഹമാണ് അവരുടെ ബന്ധു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഈ പ്രകൃതിയോട് കൂറ് കാണിച്ചുകൊണ്ട് ആ നിലയിൽ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പറ്റിയാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സ്വാർത്ഥത അങ്ങോട്ട് ഇല്ലാതാവും. ഈ സമൂഹത്തെ നമ്മളുടെ ബന്ധുക്കളായി നമുക്ക് കാണാൻ സാധിക്കും. അത് സത്യമാണ്. എല്ലാ സനാഥരും അനാഥരായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സമൂഹം എന്ന് പറയുന്നൊരു അഭിപ്രായം പോകാനുണ്ട്. അതെന്തായാലും ഈ സനാഥരായാലും അനാഥരായാലും ഒറ്റ കാര്യം മാത്രം മറക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ ഓർത്താൽ മതി. അതായത് നമ്മളൊക്കെ ഒരു മനുഷ്യ സ്ത്രീയിൽ നിന്നും മനുഷ്യ പുരുഷനിൽ നിന്നും പിറവി കൊണ്ടവരാണ്. അക്കാര്യം മറക്കരുത്, അല്ലെങ്കിൽ ഓർത്തു വയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ ജനിച്ചത് മനുഷ്യ കുഞ്ഞുങ്ങളായിട്ടാണ്. ആദ്യ കരച്ചിലിലൂടെ ശ്വാസകോശം നിറയ്ക്കാനുള്ള പ്രാണവായു നമുക്ക് നൽകിയത് ഈ പ്രകൃതിയാണ്. അതിന് അച്ഛനും അമ്മയ്ക്കും മറ്റുമൊന്നും വലിയ പങ്കില്ല. ഇവിടം വരെ എത്തിച്ചു. പക്ഷെ ശ്വാസകോശം നിറയ്ക്കാനുള്ള പ്രാണവായു നമുക്ക് തന്നത് പ്രകൃതിയാണ്. അപ്പോൾ അച്ഛനും അമ്മയും പ്രകൃതിയും ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അതൊക്കെ ഓർക്കണം, മറക്കാതെ ഓർത്തിരിക്കണം. അതുകൊണ്ട് തന്നെ മനുഷ്യരായി ജീവിക്കാനും മനുഷ്യരായി തന്നെ മരിക്കാനും നമുക്ക് ബാധ്യതയുണ്ട് എന്ന് പറയുന്ന കാര്യം ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല. പക്ഷേ പലർക്കും
അതിന് കഴിയുന്നില്ല എന്ന് പറയുന്നത് സത്യം. മനുഷ്യരായി ജനിച്ച് മതവസ്ത്രത്തിൽ തിളയ്ക്കപ്പെട്ട ജീവിതം കഴിച്ച് മതസ്ഥരായി മരിക്കാനാണ് മിക്കവരുടെയും വിധി. നമ്മൾ ആദ്യം കണ്ട ആ സ്ത്രീയില്ലേ, فضای غبارآلوده അവരും മനുഷ്യക്കുഞ്ഞായി ജനിച്ചതാണ്. പക്ഷെ മതവസ്ത്രത്തിൽ അവർ തളയ്ക്കപ്പെട്ടു. അവരുടെ മുഖത്ത് അതിന്റെ നൈരാശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് സത്യമാണ്. മറിച്ച് അഭിമാനമാണ് കാണപ്പെട്ടത്. എനിക്കതിൽ അതിശയമൊന്നും ഒട്ടും തന്നെ തോന്നിയിട്ടില്ല. കിണറ്റിൽ വിരിയപ്പെട്ട തവളയെ സംബന്ധിച്ച് ആകാശം എന്നത് ഠാവട്ടത്തിൽ കാണപ്പെടുന്ന ഒരു നുണുങ്ങ് സംഭവം മാത്രമാണ് അല്ലേ. ഒഴുകുന്ന ജലത്തെ അനുഭവിക്കാത്ത കിണറ്റു തവളയോട് അരുവിയെപ്പറ്റി പറഞ്ഞാൽ ആ തവള കുളിരണിയുമോ? ഇല്ല. കുളത്തെ പോലും പരിചയമില്ലാത്ത തവളയ്ക്ക് കടലിനെ ഭാവന കൊണ്ടുപോലും തൊടാൻ സാധിക്കില്ല അല്ലേ. അതുകൊണ്ട് മതസ്ഥർക്ക് ഒരിക്കലും ഹിന്ദുവിനെ മനസ്സിലാക്കാനും സാധിക്കില്ല. അവരെ സംബന്ധിച്ച് മാനവിക പ്രവർത്തനം എന്നാൽ കാഫിർ ചോരയാൽ ഭൗമ മണ്ണ് ചോപ്പിക്കലാണ്. ഓരോ മതവസ്ത്രധാരിയും ഓരോ മതപടയാളികളുമാണ് കേട്ടോ, അത് മറന്നുപോകരുത്. പടയാളിയാണ് എന്ന് പട്ടാളക്കാരൻ എന്നും വെടിവയ്പ്പില്ല, എന്നും ആൾക്കാരെ കൊല്ലലില്ല, ഒരു യുദ്ധം വന്നാൽ കൊല്ലും എന്ന് പറഞ്ഞതുപോലെയാണ് മതവസ്ത്രം ധരിക്കുന്നവരും ഒരു ആവശ്യം വരികയാണ് എന്നുണ്ടെങ്കിൽ ഘാതക. فضای غبارآلوده അതുകൊണ്ടാണ് ഒരുമാതിരി മതപ്രവർത്തകയുടെ വൈകാരികതയോടും മതപടയാളിയുടെ ശരീരഭാഷയോടും കൂടി ആ സഹർ ഇമാനി എന്ന് പറയുന്ന ഇറാനിയൻ മാധ്യമ പെരുമാറേണ്ടി വരുന്നത് ക്യാമറയുടെ മുന്നിൽ. കേരളത്തിലെ മാപ്രകൾ സഹർ ഇമാനിമാരാവുന്നതിൽ ഒരു നായയുടെ ശീലഗുണം മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ അതിനപ്പുറത്തേക്ക് അവരെയൊന്നും പറയേണ്ട ആവശ്യമില്ല. തീവ്ര മതമൗലികവാദികളുടെ എച്ചിലു തിന്ന് കഴിയുമ്പോൾ അവർക്ക് വേണ്ടി കുരയ്ക്കുക എന്നത് യജമാന ഭക്തിയിൽപ്പെടുന്ന കാര്യം മാത്രമാണ്. അതുപോട്ടെ, കേരളീയ മാപ്രകളെ നമുക്ക് മറക്കാം. എന്തായാലും ഒരു കാര്യം സത്യമാണ്, സഹർ ഇമാനി വളരെയേറെ ഭാഗ്യവതിയാണ്. കാരണം ഒരിക്കൽ മതവസ്ത്രത്തിൽ അടയ്ക്കപ്പെട്ടാൽ പിന്നീട് മനുഷ്യ ജീവിതത്തിലേക്ക് ജീവനോടെയുള്ള മടങ്ങി വരവ് ഏറെക്കുറെ അസാധ്യം തന്നെയാണ്. മതരാഷ്ട്രങ്ങളിൽ ഭാരതത്തിൽ ആവാം കേട്ടോ, ഭാരതം എല്ലാ പൗരന്മാർക്കും ഒരു തുല്യ സുരക്ഷ നൽകുന്നത് കൊണ്ട് എളുപ്പത്തിൽ അങ്ങോട്ടേക്ക് ഉപദ്രവിക്കാൻ സാധിക്കില്ല. حق و حقیقت است. എന്നാൽ മതവസ്ത്രത്തോടുകൂടി തന്നെ അവർക്ക് മനുഷ്യ സ്ത്രീയാവാൻ സാധിച്ചു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതെങ്ങനെയാണ് അവർ വീണ്ടും മതസ്ഥയിൽ നിന്ന് മനുഷ്യ സ്ത്രീ ആയതെന്നുള്ളത് പറയാം. അതായത് ഇസ്രായേലിന്റെ മിസൈലിനാണ് സത്യത്തിൽ സഹർ ഇമാനി അക്കാര്യത്തിൽ നന്ദി പറയേണ്ടത്. കാരണം സഹർ ഇമാനി ഒരു മതസ്ഥയായി ചാനൽ ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് അമറുകയായിരുന്നു അല്ലേ, നമ്മളത് കണ്ടു. വാക്തീ തുപ്പുന്ന ഒരു വ്യാളിയായി മാറി അവൾ ജ്വലിക്കുന്ന നാക്കുനീട്ടി ജൂതർക്കു നേരെ ആർത്തുകൂവി ആക്രോശിച്ചലറി. അവളുടെ ആ അലറൽ കേട്ടിട്ടെന്ന മട്ടിൽ പാഞ്ഞു വന്ന ഒരു ജൂത മിസൈൽ ആ മതമങ്കയുടെ സ്റ്റുഡിയോ മുറിയിൽ വീണങ്ങോട്ടേക്ക് പൊട്ടി. ഒറ്റ നിമിഷം പൊട്ടിയ നിമിഷം, ആ ഒറ്റ നിമിഷം അല്ല, ആ നിമിഷത്തിന്റെ 1,00,000 കൊണ്ട് ആക്രോശത്തിൽ നിന്ന് ആർത്തനാദത്തിലേക്ക് അവളുടെ തൊണ്ട കൂറുമാറി. അതിലാണ് അത്ഭുതപ്പെട്ടു പോയത്. മനുഷ്യരെ ആര് സൃഷ്ടിച്ചതാണെങ്കിലും അല്ലെങ്കിൽ ഏതു മതസ്ഥരുടെ ദൈവം സൃഷ്ടിച്ചതാണെങ്കിലും വേണ്ടില്ല, പോങ്ങനൊന്ന് പറയാം, ആക്രോശത്തിൽ നിന്നും ആർത്തനാദത്തിലേക്ക് മാറാൻ ആ മതമങ്ക എടുത്ത സമയവേഗം വളരെ അതിശയം പകരുന്നതാണ്. അവളുടെ ഈ വൈകാരിക വ്യതിയാന വേഗത്തിനൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു വാഹനം കണ്ടുപിടിക്കാൻ സാധിച്ചാൽ, പോകൻ പറയുന്നു, സൂര്യന് ചുറ്റും 1000 തവണ കറങ്ങിയിട്ട് മടങ്ങി വരാൻ മനുഷ്യർക്ക് തീർച്ചയായിട്ടും സാധിക്കും. അത്രമാത്രം വേഗത്തിലായിരുന്നു അവരുടെ വൈകാരിക വ്യതിയാനം, അത്ര വേഗത്തിലായിരുന്നു അവളുടെ ആക്രോശം ആർത്തനാദമായി മാറിയത്. എന്നാൽ അതൊന്നുമല്ല എന്നെ ആനന്ദിപ്പിക്കുന്ന കാര്യം. മരിക്കും മുന്നേ മതമങ്കയിൽ നിന്ന് മനുഷ്യ സ്ത്രീയിലേക്ക് അവൾക്ക് മാറാൻ സാധിച്ചു ഇല്ലേ, അതാണ് വലിയ കാര്യം. അതായത് മിസൈൽ വന്നപ്പോൾ കണ്ണു ചിമ്മാൻ പോലും നിൽക്കാതെ, കണ്ണടച്ചു പോലുമില്ല, അടയ്ക്കാൻ പോലും സാധിച്ചില്ല, ഭയന്ന് നിലവിളിച്ച് അങ്ങനെ ആ മതവസ്ത്രം വാരിയെടുത്ത് പ്രകാശത്തേക്കാൾ വേഗത്തിൽ അവൾ അണ്ടകടാഹം കടന്നു കളഞ്ഞു. അതായത് ഇത്തരമൊരു സാഹചര്യത്തിൽ സ്ത്രീ പുരുഷ ഭേദം കൂടാതെ ഏതൊരു മനുഷ്യജീവിയും ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്. അല്ലാതെ മിസൈൽ വരുമ്പോൾ അവൾ അതേ നിലയിൽ ആകാശത്തേക്ക് വിരൽ വെച്ച് അവൾ ഇങ്ങനെ മറ്റെന്തോ മാന്തുന്നത് പോലെ ചില ആ പ്രത്യേക ആശയ വിനിമയ അല്ലെങ്കിൽ ശരീരഭാഷാ സമ്പ്രദായത്തിലുള്ള ചില വെല്ലുവിളികളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ട് അങ്ങനെ അങ്ങ് ഇരുന്നാൽ പോരാ. ഒരു മിസൈൽ വന്നാൽ ആ മിസൈലിനെ മാനിക്കുന്ന വിധം
പെരുമാറാൻ പറ്റണം. അതാണ് മനുഷ്യത്വം, അതാണ് മനുഷ്യപ്രകൃതം. അതവിടെ കണ്ടു. ഒരു മതമങ്കയെ പോലെ അവൾ പെരുമാറിയില്ല. അവൾ ഓടിപ്പാഞ്ഞു. പറ്റിയാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ, നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ പോലും ഒരു 2 തുള്ളി മൂത്രം കൂടി ഇറ്റിച്ചിട്ടാണ് പാഞ്ഞിരുന്നതെങ്കിൽ ബഹുകേമമായി. അങ്ങനെയാണ് വേണ്ടത്. അതാണ് മര്യാദ. എന്തായാലും ഇസ്രായേൽ മിസൈലിന് ഇക്കാര്യത്തിൽ നന്ദി. ആ മതമങ്കയെ മനുഷ്യ സ്ത്രീയായി മാറ്റിയതിനും. അങ്ങനെയല്ലേ മനുഷ്യർ പെരുമാറേണ്ടത്? ഒരാപത്തിനു മുന്നിൽ കണ്ണുപോലും ചിമ്മാതെ തൂറിപ്പായല്ലേ ചെയ്തത്? അങ്ങനെ വേണം, അങ്ങനെ വേണം. അതിലെനിക്ക് വളരെ വലിയ സന്തോഷമുണ്ട്. അക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ മിസൈലിനോട് പോങ്ങനെ നന്ദിയുമുണ്ട്. അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു രസം കൂടി പറയാം കേട്ടോ. ഈ മനുഷ്യരെ സൃഷ്ടിച്ചത് അവരുടെ ഏകദൈവമാണെന്ന് വളരെ ആത്മാർത്ഥമായി ഒരു സ്നേഹിതൻ ഈ പോങ്ങനോട് പറഞ്ഞു. ഞാൻ അവനോട് തർക്കിക്കാനൊന്നും നിന്നില്ല. ഇപ്പോഴല്ല കേട്ടോ, കുറച്ച് നാളുകൾക്ക് മുന്നേ പറഞ്ഞ കാര്യമാണ്. ഞാനത് സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് പോങ്ങൻ ഒട്ടും തന്നെ അവനോട് തർക്കിക്കാൻ നിന്നില്ല. കാരണം പ്രിയങ്ക ഗാന്ധി എത്രത്തോളം വളർന്നാലും അവർക്ക് സോണിയാഗാന്ധിയെ പ്രസവിക്കാൻ പറ്റില്ല എന്ന് ഈ പോങ്ങനറിയാം. എത്രത്തോളം വളർന്നാലും, എത്രത്തോളം ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്താലും പ്രിയങ്ക ഗാന്ധിക്ക് ഒരിക്കലും സോണിയാഗാന്ധിയെ പ്രസവിക്കാൻ സാധിക്കില്ല. അത് പോങ്ങനറിയാം. എന്നാൽ പ്രിയങ്ക ഗാന്ധിക്ക് നിസാരമായി പറയാൻ കഴിയുന്ന ഒന്ന് മാത്രമാണ് സോണിയ എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള ബുദ്ധിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിയുടെ ഉടമയാണ് ആ സ്നേഹിതൻ. തർക്കിക്കാൻ നിന്നാൽ ഞാൻ തോറ്റുപോകും. ഏതാണ്ട് 5000-ഓളം അല്ലെങ്കിൽ ഒരു 4000-5000 വർഷങ്ങൾക്ക് മുന്നേ 2 ഇതിഹാസങ്ങളും 4 വേദങ്ങളും ഏതാണ്ട് 108-ൽ പരം ഉപനിഷത്തുകളും ഒക്കെ രചിക്കപ്പെട്ട മണ്ണാണല്ലോ നമ്മുടെ ഭാരതം, അല്ലേ? 4000-5000 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത്. നിസ്സാര കാര്യമല്ല. ഏതാണ്ട് ഒരു 2000 വർഷം മുന്നേ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജീവനഷ്ടം സംഭവിച്ചിട്ടുള്ള നാടാണിത്. ഇതല്ല ഈ ഭൂമിയിൽ, ഇവിടെ അല്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കൊന്നുകളഞ്ഞു. ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആയിരുന്നു മറ്റ് പ്രദേശത്തുള്ള മനുഷ്യരുടെ ഒരു ബുദ്ധിനില എന്ന് പറയുന്നത്. ആ സമയത്താണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഭൂഗോളം എന്നൊക്കെ നമ്മുടെ അറിവുള്ള മനുഷ്യർ ഭൂമിയെ ഭൂഗോളം എന്നും മറ്റുമൊക്കെ വിശേഷിപ്പിച്ചത്. അതായത് കഷ്ടി 1500-ൽ പരം വർഷങ്ങൾക്ക് മുന്നേ ജനിച്ച ഒരു മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് 5000 വർഷങ്ങൾക്ക് മുന്നേ ചാണകസംഖ്യകൾ ചുരണ്ടിയതാണ് ഇതിഹാസങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളുമൊക്കെ എന്ന് വിശ്വസിക്കുന്ന ഒരുവന് മുന്നിൽ നമ്മുടെ പ്രിയങ്ക ഗാന്ധിക്ക് സോണിയാഗാന്ധിയെ പുഷ്പം പോലെ പെറാവുന്നതേ ഉള്ളൂ, നിസ്സാരമായി പെറാവുന്നതേ ഉള്ളൂ. പ്രിയങ്ക ഗാന്ധിക്ക് സോണിയയെ വളരെ നിസ്സാരമായി പെറാം. അതാണ് അവരുടെ ബുദ്ധി, അല്ലെങ്കിൽ ആ സ്നേഹിതൻ്റെ ബുദ്ധി. വീരരോട് പൊരുതി മരിക്കുന്നത് പോലെ അന്തസ്സുള്ള ഒരു പണിയല്ല ഈ വിഡ്ഢികളോട് തർക്കിച്ച് തോൽക്കുന്നത്, അല്ലേ? വിഡ്ഢികളുടെ സ്വന്തം ദൈവമായിരിക്കേണ്ടി വരുന്ന ഏക ദൈവത്തിൻ്റെ ഗതികേടോർത്ത് ഈ പോങ്ങൻ അല്പനേരം കണ്ണടച്ച് വളരെ ആത്മാർത്ഥമായി ദുഃഖിക്കുന്നു. സ്വർഗത്തിലെ കല്ല് കുടിക്കുന്ന ദിവസം അന്നാൻ. ചൊവ്വാഴ്ച കല്ലങ്ങ് കുടിച്ചാൽ സക്കറോ